അതെ, ശ്രീ റോണി കെ ബേബി, രണ്ടംഗ ബെഞ്ചാണ് ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത്. നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും റിവ്യൂ ഹർജി സമർപ്പിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ കൽപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു രണ്ടംഗ ബെഞ്ചിന് തീരുമാനിക്കാവുന്ന വിഷയമല്ല ഭരണഘടനാ സംബന്ധമായ കാര്യങ്ങൾ. രണ്ട് എന്ന് പറയുന്നത് ഗവർണറുടെ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ രാഷ്ട്രീയമായ താൽപ്പര്യങ്ങൾ, അഴിമതി, ഭരണ ദുർവിനിയോഗം എന്നിവ പല ബില്ലുകൾ പാസ്സാക്കുന്നതിലും ഉണ്ടാകും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരുകൾക്ക്, അതായത് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്രഭരണത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ വലിയ വിജയമാണ് ഇതെന്നും ഗവർണർക്കിടുന്ന ശക്തമായ താക്കീതാണ് ഇതൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം കുപ്രചരണങ്ങൾ കൂടി നടക്കുന്നത്? സാധാരണഗതിയിൽ സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത് ഏതെങ്കിലും ഭരണഘടനാ വിഷയത്തിൽ ഒരു അവ്യക്തത ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ഒരു വിശദീകരണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായി അതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നൊരു വിഷയത്തിലാണ് സാധാരണഗതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഫോർമേഷനിലേക്ക് കടക്കുന്നത്. പക്ഷെ ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമല്ല ഈ കേസിലുള്ളത്. വളരെ വ്യക്തമായി തന്നെ ഭരണഘടനയുടെ 9-അംഗ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ കോടതിയുടെ 2-അംഗ ബെഞ്ചോ 3-അംഗ ബെഞ്ചിനോ ആ കേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്റർവ്യൂൻ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഭരണഘടന ലംഘനം എവിടെയാണെന്നറിയോ? ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200-ൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിയമസഭ രണ്ടാമതും ആ ബില്ലുകൾ പാസ്സാക്കി പ്രസിഡന്റിന് അയച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിൾ 200-ൽ പറയുന്നത് ഇതാണ്, ഷാൽ നോട്ട് വിത്ത്ഹോൾഡ് അസെന്റ് thereupon എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാൽ നോട്ട് വിത്ത്ഹോൾഡ്. രണ്ടാമതും ആ ബില്ല് പാസ്സാക്കി അതേപോലെ നിയമസഭ പാസ്സാക്കി പ്രസിഡന്റ് ഗവർണർക്ക് അയച്ചാൽ ഗവർണറുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല, അദ്ദേഹത്തിന് വിവേചന അധികാരമില്ല. അതാണ് വളരെ വ്യക്തമായി ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വിവേചന അധികാരമില്ല. ആ ബില്ലിൽ ഒപ്പിടുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രസിഡന്റിന് അയക്കാം. എങ്ങനെയാണ്? രണ്ടാമത് പാസ്സാക്കി വരുന്ന ബില്ല് ഒന്നാമത് പാസ്സാക്കിയ ബില്ലിൽ നിന്നും, അല്ലെ ആദ്യം പാസ്സാക്കിയ ബില്ലിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ മാത്രം പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് ഗവർണർക്ക് അയക്കാം. അതേപടി തന്നെ അതാണല്ലോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200. ഇവിടെ കൃത്യമായി തന്നെ ഗവർണറുടെ അധികാരം പറഞ്ഞിരിക്കുന്നത്, ഒന്നെങ്കിൽ അത് ഒപ്പിടാം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കാം, 3 പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാം. വീണ്ടും പറയുന്നുണ്ട്, ആ തിരിച്ചയക്കുന്ന ബില്ലുകൾ വീണ്ടും അതേപടി തന്നെ നിയമസഭ പാസ്സാക്കി അയച്ചാൽ ഗവർണർക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ല, ഗവർണർക്ക് ഒപ്പിടുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? ആദ്യം പിന്നെ പാസ്സാക്കി അയച്ചപ്പോഴും ഗവർണർ ഒരു മറുപടിയും കൊടുത്തില്ല. സാധാരണ നമുക്കറിയാം, നമുക്ക് ഒരു ബില്ലിനോട് ഗവർണർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഗവർണർക്ക് കൃത്യമായ ആ വിയോജിപ്പുകൾ ആ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതാണല്ലോ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനം. അങ്ങനെയാണല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയാണല്ലോ. അല്ലാതെ ഇവര് രണ്ടുപേരും ഒരു ബദ്ധശത്രുക്കളോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ രണ്ട് എൻഡിൽ നിൽക്കുന്ന, പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരു സംവിധാനം അല്ലല്ലോ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗവർണറും ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു മിനിമം ഒരു പരസ്പരം ഒരു സംസാരമോ ഒരു കമ്മ്യൂണിക്കേഷനോ എങ്കിലും ഉണ്ടാവണം. ഇത് ആദ്യം തമിഴ്നാട് നിയമസഭ ആദ്യം പിന്നെ ബില്ലുകൾ പാസ്സാക്കി അയച്ചു. പിന്നെ ഗവർണർ അതിന്റെ അകത്ത് ഒരു തീരുമാനം എടുത്തില്ല. എന്നിട്ട് വീണ്ടും ഇവര് രണ്ടാമതും തമിഴ്നാട് നിയമസഭ പാസ്സാക്കി അയക്കുന്നു. അതിനകത്ത് വീണ്ടും ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ പോലും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാൽ ഇതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ ഇത് പുനഃപരിശോധിക്കണം, അല്ലെങ്കിൽ ഇന്ന വകുപ്പുകൾ അതിനകത്ത് ആവശ്യമായിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഇതിനകത്ത് മാറ്റം വരുത്തണം എന്ന് ഗവർണർക്ക് ആവശ്യപ്പെടാം. ഗവർണർ അതിനകത്ത് ഒന്നും ചെയ്തില്ല. എന്നിട്ട് എപ്പോഴാണ് ഗവർണർ ഇത് വീണ്ടും പ്രസിഡന്റിന് അയച്ചപ്പോഴെന്നറിയോ? പഞ്ചാബ് കേസിൽ ഗവർണർക്കെതിരെ അതിശക്തമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ, അതായത് വീറ്റോ പവർ ഇല്ല. അതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവർണർക്ക് വീറ്റോ പവർ ഇല്ല, പക്ഷേ പ്രസിഡന്റിന് വീറ്റോ പവർ ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 201, 3 മാസത്തിനകം പിന്നെ ഗവർണർ പ്രസിഡന്റ് തീരുമാനം എടുക്കണം. പക്ഷെ പ്രസിഡന്റ് യെസ് ഓർ നോ, അതൊരു ഓപ്ഷൻ പ്രസിഡന്റിന് ഉണ്ട്, യെസ് ഓർ നോ. ഒന്നെങ്കിൽ അനുകൂലിക്കാം അല്ലെങ്കിൽ എതിർക്കാം. പക്ഷെ ഗവർണർക്ക് അങ്ങനെ ഒരു യെസ് ഓർ നോ എന്നുള്ളൊരു ചോയ്സ് പോലും ഗവർണറുടെ മുമ്പിലില്ല. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഇവിടെ ഭരണഘടനയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ, കാരണം എന്താ ജുഡീഷ്യറിയുടെ ജോലി? ഇന്ന് നമ്മുടെ ഈ ചർച്ചയുടെ ടോപ്പിക് തന്നെ അതാണ്. പിന്നെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതാണ് വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിയാണ്.
അതിന് ശരി. സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന അധികാരമാണല്ലോ പുനഃപരിശോധന അധികാരം എന്ന് പറയുന്നത്, ജുഡീഷ്യൽ ശരി, റിവ്യൂ എന്ന് റോണി പറയുന്നത്. കെ ബേബി, ഞാൻ ഒന്ന് ഇടപെട്ട് ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. നമ്മുടെ കേരള സർക്കാരിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞുവെച്ച 5 ബില്ലുകൾ ഉണ്ടായിരുന്നു. ഇതിന്മേൽ ഒരു വിശദീകരണം തേടാൻ വേണ്ടി അദ്ദേഹം നിരന്തരം നിയമസഭയെ അറിയിക്കുക, അതായത് മുഖ്യമന്ത്രിയെ, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെടുത്ത് വിശദീകരണം തേടി. പക്ഷേ അതിന് ഒരു മറുപടി പോലും നൽകാനോ വിശദീകരണം നൽകാനോ അവർ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. തുടർന്നല്ലേ അത് രാഷ്ട്രപതിയുടെ പരിശോധനയ്ക്കായി അയച്ചത്. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയമായി മന്ത്രിസഭ ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു ഗവർണർക്ക് പിന്നെ മറ്റെന്തു മാർഗമാണുള്ളത് രാഷ്ട്രപതിക്ക് അയക്കുകയല്ലാതെ? ഇവിടെ നമുക്കറിയാം, ഗവർണർക്ക് ഭരണഘടനാപരമായിട്ട് ഒരു അധികാരമുള്ള ഒരു സ്ഥാപനമല്ല ഗവർണർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഗവർണർമാർ അവകാശപ്പെടുന്നത് ഗവർണർ ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് അല്ല റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പ്രസിഡന്റ് എന്നാണ്. പക്ഷെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭയ്ക്ക്, മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്ക് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ പിന്നെ സഹായിക്കുവാനായിട്ട് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ ഉണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ പറയുന്നത് ഗവർണർ ഷുഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ഗിവൺ ബൈ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ എന്നാണ് വളരെ വ്യക്തമായി തന്നെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞത്. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ മന്ത്രിസഭ പാസ്സാക്കി അയക്കുന്ന ഒരു ബില്ലിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പോലുള്ള അവകാശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവർണർക്കില്ല. ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഭരണഘടനാപരമായിട്ടാണ് ഞാനിവിടെ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കാരണം എന്താ, ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി കളിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടാല് സംസ്ഥാന ഗവൺമെന്റിന് അതിനകത്ത് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട യാതൊരുവിധ ഭരണഘടനാപരമായ ബാധ്യതയും അതിനകത്തില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയും അതിനകത്തില്ല. ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ഫെഡറൽ തത്വങ്ങൾ. കാരണം നമുക്കറിയാം, ഇവിടെ ഇത് കേരളമോ അല്ലെങ്കിൽ തമിഴ്നാടോ മാത്രമല്ല, കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ബീഹാർ, ബംഗാൾ, ഇവിടെ പ്രതിപക്ഷം ഭരിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളിൽ ഇതൊരു തുടർ നാടകങ്ങളായിട്ട് പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ ഗവർണർ വളരെ കൃത്യമായി തന്നെ ഇത്രയും കഴിഞ്ഞ ഒരു 70-75 വർഷത്തെ ചരിത്രത്തില് ഇത്രയും നഗ്നമായി രാഷ്ട്രീയം കളിച്ചിട്ടുള്ള മറ്റൊരു ഗവർണർ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. തമിഴ്നാടിന്റെ കാര്യത്തിലൊക്കെ അത് വളരെ വ്യക്തമായ രീതിയിലേക്ക് വളരെ നമ്മൾ പിന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ റിപ്പബ്ലിക് ദിനത്തിൽ പോലും അതിൽ പങ്കെടുക്കാതിരിക്കുന്ന ഗവർണർമാർ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ